പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ നെറുകയിൽ തകർക്കപ്പെട്ട കർത്താവിൻ്റെ സുവിശേഷം ഈ നാളുകളിൽ ശുശ്രൂഷകളിൽ കൂടി ദൈവജനത്തിന് അനുഭവിക്കത്തക്ക വിധത്തിൽ പിതാക്കന്മാർ ശുശ്രൂഷകളായി ക്രമീകരിക്കപ്പെടുമ്പോൾ ശുശ്രൂഷകളും ആരാധനകളും പ്രാർത്ഥനകളും ദൈവജനത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന ഹൃദയവുമായി ഈ വചന ശുശ്രൂഷയുടെ മുമ്പിൽ കടന്നു വന്ന് ഇത് ശുശ്രൂഷിക്കുന്നവരെ തൊടുന്ന ദൈവം ഇന്നും ജീവിക്കുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കർത്താവിൻ്റെ അരികിൽ വരുന്നവനെ തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ബോബി ജോസച്ചൻ്റെ ഒരു കുറിപ്പ് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ഭാഗത്തെ അല്പമായി ഒന്ന് ചിന്തിച്ച് അതിനോട് കടപ്പാടറിയിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് മുടന്തുള്ള ഒരാട്ടിൻകുട്ടിയുടെ കുറിപ്പ്, ഊനമുള്ള ഒരു ആട്ടിൻകുട്ടിയുടെ കുറിപ്പ്. ആ ആട്ടിൻകുട്ടിക്ക് മുടന്തുണ്ട്. മുടന്തുള്ളത് കൊണ്ട് തന്നെ എല്ലാവരാലും ആ ആട്ടിൻകുട്ടി റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്, തിരസ്കരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഈ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന നല്ലതച്ചനായ ക്രിസ്തു വചനത്തിൽ കൂടി ദൈവമക്കളോട് പറയുന്നു, എൻ്റെ അരികിൽ കടന്നു വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ കഴിഞ്ഞ നാളിൽ വചന ശുശ്രൂഷ കഴിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഭാവിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ കടന്നു വന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ അല്പസമയം സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു മുടന്തുണ്ട്, പാപത്തിൻ്റെ ഒരു മുടന്ത്. ബാലിശ്യമായ സാഹചര്യത്തിൽ വീണുപോയതാണ്, പെട്ടുപോയതാണ്. എന്നാൽ മുഴങ്കാൽ മടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്തു പോയ തെറ്റ് കണ്ണുനീരോടെ ഏറ്റുപറയുമ്പോൾ അവൻ്റെ മുടന്തിനെ ദൈവം സൗഖ്യമാക്കി. ആ രാത്രി സ്വർഗത്തിലെ തമ്പുരാൻ അവനെ സ്പർശിച്ചു. ആ വചനം അവനെ സ്പർശിച്ചു. ദൈവാത്മാവ് സ്പർശിച്ചിട്ട് ഒരു ധ്യാനകേന്ദ്രത്തിൽ കടന്നു ചെല്ലുകയും താമസിച്ച് ഒരു ധ്യാനം കൂടുകയും അവിടെ പ്രസംഗിക്കപ്പെട്ട വചനത്തിൻ്റെ മർമ്മങ്ങൾ ആ ദൈവപൈതലിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും ചെയ്തപ്പോൾ ഒരു പുതിയ വ്യക്തിയായി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതൊക്കെയും കഴിഞ്ഞുപോയി. മുടന്തുള്ള ആ ആട്ടിൻകുട്ടിയെ, ആ ദൈവ പൈതലിനെ യേശു തൊട്ടു. ഹല്ലേലൂയ. അവൻ്റെ ജീവിതം മാറി. ആ മുടന്തുള്ളത് കൊണ്ട്, ജീവിതത്തിൻ്റെ മുടന്ത്, പാപത്തിൻ്റെ മുടന്തുള്ളത് കൊണ്ട് സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട് വേദന അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ദൈവപൈതൽ, മാതാപിതാക്കളാൽ അല്പം തിരസ്കരിക്കപ്പെട്ട് വേദന അനുഭവിക്കുന്ന ദൈവപൈതൽ, ചെയ്ത തെറ്റിൻ്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന ദൈവപൈതൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് വചനം കേട്ടപ്പോൾ ഒരു വിധിവാചകവും പുറപ്പെടുവിക്കാതെ അവനെ കർത്താവ് തൊട്ടപ്പോൾ അവൻ്റെ മുടന്തു മാറി, പാപത്തിൻ്റെ മുടന്തു മാറി. ഹല്ലേലൂയ. ഇന്ന് ദൂത് ശ്രവിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏതെങ്കിലും മുടന്തുകൾ, പാപത്തിൻ്റെ മുടന്തുകൾ, തിരസ്കരണമാകുന്ന മുടന്തുകൾ, ഒറ്റപ്പെടുത്തലിൻ്റെ മുടന്തലുകൾ ഇന്ന് വഹിക്കുന്നവരുമായി വചന ശുശ്രൂഷയുടെ മുമ്പിൽ കണ്ണ് നനഞ്ഞിരിക്കുന്നുവെങ്കിൽ നിന്റെ മുടന്തു മാറ്റാൻ ശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ മുടന്തുള്ള ആട്ടിൻകുട്ടി, സഹപ്രവർത്തകരുടെ കൂടെ ഓടിയെത്താൻ അവന് പറ്റുന്നില്ല, അതുകൊണ്ട് അവരും അവനെ തിരസ്കരിക്കുന്നുണ്ട്. കളിക്കൂട്ടുകാരുടെ കൂടെ ഓടിയെത്താനും അവന് കഴിയാത്തതുകൊണ്ട് കളിക്കൂട്ടുകാരും അവനെ തിരസ്കരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് തിരസ്കരണത്തിൻ്റെ വേദനയുടെ
ചങ്കുലയ്ക്കുന്ന കണ്ണുനീരുമായി പ്രാർത്ഥിക്കുമ്പോൾ യെരൂശലേം ദൈവാലയത്തിൻ്റെ അകത്ത് ബലിയാടുകളുടെ ഊഴം വരികയാണ്. ദൈവത്തിൻ്റെ ബലിക്ക് ബലിയാടുകൾ വേണം, ആടുകൾ വേണം. അപ്പോൾ അവിടെയും ചില നിബന്ധനകളുണ്ട്, നിയമങ്ങളുണ്ട്. മുടന്തുള്ള ആട്ടിൻകുട്ടിയെ ദൈവാലയത്തിൻ്റെ അകത്ത് ബലിക്കായി അർപ്പിക്കാൻ പറ്റുകയില്ല എന്ന കഠിന ശാഠ്യത്തിൻ്റെ നിയമം, പുഴുക്കുത്തേറ്റ പുഷ്പങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചുകൂടാ എന്ന കഠിനമായ ശാഠ്യം, തൂവൽ കൊഴിഞ്ഞ ചിറകുകൾ കൊഴിഞ്ഞ കുറുപ്രാവുകളെ ബലിക്കായി അർപ്പിക്കരുതെന്ന ശാഠ്യത്തിൻ്റെ കാലം നിലനിൽക്കുമ്പോൾ ആ നിയമത്തിൻ്റെ മുമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ബലിയാടുകളുടെ കൂട്ടത്തിൽ മുടന്തുള്ള ആട്ടിൻകുട്ടിയും നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ദൈവാലയത്തിൻ്റെ അകത്ത് നടക്കപ്പെടുന്ന ആരാധനയിലും പ്രാർത്ഥനയിലും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പ്രവേശനമുണ്ട്. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ നെറുകയിൽ 33.5 തിരുവയസ്സ് ജീവിച്ച് കൊതി തീരാത്ത പ്രായത്തിൽ കാൽവറിയിൽ എൻ്റെ പാപത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവ് തൻ്റെ ദേഹമാകുന്ന തിരശ്ശീല കീറിയതുകൊണ്ട് ഇന്ന് ഏത് പാപിക്കും രോഗിക്കും ആ ദൈവാലയത്തിൻ്റെ അകത്ത് പ്രവേശനം ലഭിക്കുന്നു. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പഴയ നിയമത്തിൽ അർപ്പിക്കപ്പെടാൻ യെരൂശലേം ദൈവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കപ്പെടുന്ന ആടുകളുടെ കൂട്ടത്തിൽ അകപ്പെട്ട മുടന്തുള്ള ബലിയാടിന് അവൻ്റെ ഊഴം വന്നപ്പോൾ റിജക്ഷൻ അനുഭവിക്കേണ്ടി വന്നു, തിരസ്കരണം അനുഭവിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, തിരസ്കരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവപൈതലിനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നത് യേശുവാണ്. ജോസഫിൻ്റെ ജീവിതം ദൈവമക്കൾക്കറിയാം. ഇതുപോലെ തിരസ്കരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയവൻ, വളരെ ചെറുപ്പത്തിൽ മാതാപിതാക്കളെ സ്നേഹിച്ച് കരുതി സ്വപ്നം പ്രാപിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ച ജോസഫ് തൻ്റെ സഹോദരന്മാരെ കരുതി ഭക്ഷണപ്പൊതിയുമായി പോകുകയാണ്. ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ചവൻ, അപ്പൻ്റെ വാത്സല്യമകൻ. എന്നാൽ ആ സഹോദരന്മാരാൽ ജോസഫ് തിരസ്കരിക്കപ്പെടുകയാണ്. സഹോദരന്മാരെ കരുതിപ്പോയ ജോസഫ് കരുതൽ കിട്ടേണ്ട കരം, കാവലാകേണ്ട കരം അവരെ കാർന്നു തിന്നുമ്പോൾ പൊട്ടക്കിണറ്റിൽ എറിയപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവിടെ പറയുന്നു, പൊട്ടക്കിണറ്റിൽ ജോസഫ് എറിയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരം പൊട്ടക്കിണറ്റിൽ ജോസഫിൻ്റെ ഒപ്പം. ഹല്ലേലൂയ. ഒരു തിരസ്കരണത്തിൻ്റെ അനുഭവം. എന്നാൽ സ്വർഗത്തിലെ തമ്പുരാൻ്റെ ആത്മാവ് ആ സഹോദരന്മാരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട് അടിമച്ചന്തയിലേക്ക് അവൻ വിൽക്കപ്പെടുകയാണ്. വീണ്ടും അടിമച്ചന്തയിൽ തിരസ്കരണം. എന്നാൽ ആ അടിമച്ചന്തയിൽ അവനെ ലേലത്തിനായി നിർത്തുമ്പോഴും വചനം ഇങ്ങനെയാണ് പറയുന്നത്, സ്വർഗത്തിലെ തമ്പുരാൻ്റെ കരം അടിമച്ചന്തയിൽ ചങ്കുപൊട്ടി നിൽക്കുന്ന ജോസഫിൻ്റെ കൂടെ കരുതലായി. ഹല്ലേലൂയ. അവനെ തള്ളിക്കളയുന്നില്ല. വീണ്ടും പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലേക്ക് അടിമയ്ക്കായി വിൽക്കപ്പെടുന്ന ജോസഫ് തെറ്റിദ്ധാരണയുടെ പേരിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ജോസഫിനോടുകൂടെ ദൈവത്തിൻ്റെ കരം. ഹല്ലേലൂയ. ജോസഫിനോടുകൂടെ ദൈവത്തിൻ്റെ കരം. ചേർത്ത് പിടിച്ച് ചുംബിക്കേണ്ട രക്തബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ആത്മീകമായി, മാനസികമായി, ശാരീരികമായി നിന്നെ മാറ്റി നിർത്തുമ്പോൾ, തിരസ്കരിച്ച് നിർത്തുമ്പോൾ ഹൃദയം കുതറരുത്, പതറിപ്പോകരുത്. നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവത്തിൻ്റെ കരമുണ്ട്, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. അതിൽ സമർപ്പിക്കാൻ കഴിയണം. ജോസഫിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരം. പ്രിയ ദൈവജനമേ, ശ്രദ്ധിച്ചേ, ചെയ്യാത്ത തെറ്റിന് പൊട്ടക്കിണറ്റിൽ എറിയപ്പെടുന്നു, പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലേക്ക് വിൽക്കപ്പെടുന്നു, അടിമച്ചന്തയിൽ നിൽക്കപ്പെടുന്നു, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു. നല്ലൊരു തിരസ്കരണം, റിജക്ഷൻ, വേദന, ഒറ്റപ്പെടലുകൾ, നഷ്ടപ്പെടുന്ന സെലിബ്രേഷൻസ്, മാതാപിതാക്കളുടെ സ്നേഹം, സ്വന്തം ദേശത്തിൻ്റെ കരുതലും സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ട്
2 വർഷമായി കാരാഗൃഹത്തിൽ കഴിയപ്പെടുന്ന ജോസഫിനെ പരിപാലിച്ച ദൈവകരം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ദൈവമക്കൾക്കറിയാം അതിൻ്റെ അനന്തരഫലം. ജോസഫിനോടുകൂടെ ദൈവത്തിൻ്റെ കരം നിലനിന്നതുകൊണ്ട് രാജാവിൻ്റെ സ്വപ്നത്തെ വിവരിക്കത്തക്ക വിധത്തിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് ചലിച്ച ദൈവത്തിൻ്റെ കരം ഇന്ന് വേദന അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ എത്ര ഹൃദയങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും? പ്രകൃതി ദുരന്തങ്ങൾക്ക് പിന്നിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ കരം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വചനം പറയുമ്പോൾ ഈ ശരീരത്തിന് വേണ്ടി ചലിക്കുന്ന ദൈവത്തിൻ്റെ കരം, ഈ ശരീരത്തിൻ്റെ അകത്താക്കി വെച്ചിരിക്കുന്ന ആത്മാവിനെ സ്പർശിക്കത്തക്ക വിധത്തിൽ ചില ഇരുളിൻ്റെ ശക്തികൾ കാർന്നു തിന്നുവാൻ, വേദനിപ്പിക്കാൻ വട്ടമിട്ട് പറക്കുമ്പോൾ അതിനെ നിലയ്ക്ക് നിർത്തത്തക്ക വിധത്തിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ കരം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാനമായ വേദനയിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടിയും ഈ പകൽ ചലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം. സന്തോഷത്തോടെ ഹല്ലേലൂയ. ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടു. സഹോദരന്മാരാൽ തിരസ്കരിക്കപ്പെട്ടവൻ, പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവൻ ഇന്ന് ഒരു ദേശത്തിൻ്റെ രക്ഷയായി. അളക്കുവാൻ കഴിയാത്തവണ്ണം ജോസഫിൻ്റെ കാലഘട്ടത്തിൽ കലവറകളെ നിറച്ച സ്വർഗം 7 വർഷത്തെ കഠിനമായ ക്ഷാമത്തിന് ആശ്വാസമേകി. ഹല്ലേലൂയ. ഈ നാളുകളിൽ ചില വേദനയിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ചില തിരസ്കരണത്തിൻ്റെയും വേദനയുടെയും നാളുകളിൽ നീ കടന്നു പോകുന്നത് തകർക്കുവാനല്ല, നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും ക്ഷാമത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിച്ച് പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ചിലതെല്ലാം ശേഖരിക്കത്തക്ക വിധത്തിൽ ഹൃദയത്തിൻ്റെ അകത്തൊരു അഭിഷേകം തരാൻ തിരസ്കരിക്കപ്പെട്ട ജോസഫിലൂടെ ദൈവം ദർശനം കണ്ടിരുന്നു, ദൈവം സ്വപ്നം കണ്ടിരുന്നു. സഹോദരന്മാർ അനുഗ്രഹിക്കപ്പെടുന്നു, പിതൃഭവനം അനുഗ്രഹിക്കപ്പെടുന്നു, കുടുംബമായി മിസ്രൈമിലേക്ക് വരുന്നു. തിരസ്കരിക്കപ്പെട്ട ജോസഫിൻ്റെ കൂടെ ദൈവകരം നിന്നിരുന്നത് കൊണ്ട് കാവലാകേണ്ടവർ കാർന്നു നിന്നപ്പോൾ അതിനെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ സങ്കടപ്പെടുകയോ ചെയ്യാതെ അവരെ സ്നേഹിച്ച് ചേർത്ത് നിൽക്കുമ്പോൾ ആരാൽ തകർക്കപ്പെട്ടോ അവർക്ക് അനുഗ്രഹമായി ജോസഫ് മാറി. എന്തുകൊണ്ട്? ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. ഫറവോന്റെ കൊട്ടാരത്തിൽ മന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വന്നത് എല്ലാവരും ഒരു റെഡ് കാർപ്പറ്റിൽ കൂടിയാണെങ്കിൽ ജോസഫിനെ ദൈവമക്കളൊന്ന് പഠിച്ചേ, റെഡ് കാർപ്പറ്റിലൂടെയല്ല കടന്നു വന്നത്. പുത്തിഫേറിൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ ആ സ്ഥാനത്തേക്ക് എല്ലാവരും വിളിക്കപ്പെട്ടതും തെരഞ്ഞെടുക്കപ്പെട്ടതും കടന്നു വന്നതും റെഡ് കാർപ്പറ്റ് വിരിച്ച പരവതാനിയിലൂടെയാണെങ്കിൽ ദൈവത്തിൻ്റെ കരം ഇരുന്ന ജോസഫ് എത്തിയത് പൊട്ടക്കിണറ്റിലൂടെ, കാരാഗൃഹത്തിലൂടെ, പീഡനത്തിലൂടെ, തീച്ചൂളയിലൂടെ. ഹല്ലേലൂയ. ഇന്ന് ചില അനുഗ്രഹങ്ങളിലേക്ക് വിളിക്കപ്പെട്ട, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ദൈവമക്കളെ ചില ഇടങ്ങളിൽ എത്തിക്കാൻ ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉള്ളപ്പോൾ ചില തിരസ്കരണങ്ങൾ, വേദനകൾ ജീവിതത്തിൽ കടന്നു വരാം. പതറിപ്പോകരുത്, കുതറിപ്പോകരുത്. മുടന്തുള്ള ആട്ടിൻകുട്ടി ബലിയാടുകളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു. മുടന്തുള്ള ആട്ടിൻകുട്ടിയുടെ ഊഴം വരുമ്പോൾ പുരോഹിതൻ ആ കർക്കശമായിരിക്കുന്ന നിയമം ആ ആട്ടിൻകുട്ടിയിൽ പ്രതിഷ്ഠിച്ചു. നിനക്ക് മുടന്തുണ്ട്, നീ ബലിക്ക് യോഗ്യമല്ല. തകർന്നു പോകാൻ ഇതിൽ പരം എന്തു വേണം? എല്ലാവരാലും തിരസ്കരിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ ചങ്കിൻ്റെ അകത്ത ഒരു ഉറപ്പ്, ഒരു നിറവ്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു ഇടം കിട്ടും, എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എനിക്കൊരു ഇടം കിട്ടും.
അവിടെയും ആ ഒരു കൊച്ചു സ്പേസ് നഷ്ടപ്പെട്ടാൽ പിന്നെ ചങ്ക് പൊട്ടി മരിക്കുകയല്ലാതെ തരമില്ലല്ലോ. ഹല്ലേലൂയ. ഇപ്പോൾ ആ മുടന്തുള്ള ആട്ടിൻകുട്ടിയുടെ അനുഭവം നോക്കിക്കേ. ചേർത്ത് പിടിച്ച് ചുംബിക്കേണ്ട രക്തബന്ധം, സ്നേഹമെന്ന പ്രക്രിയയിൽ കൂടി രക്തത്തിന്, അമ്മയുടെ മാർവിലെ രക്തത്തിന് നിറമാറ്റം സംഭവിക്കുന്നതാണ് മുലപ്പാൽ എന്ന് ഫിലോസഫി പറയുമ്പോൾ, ആ മുലപ്പാൽ കൊടുത്ത് താലോലിച്ച് വളർത്തിയ അമ്മ പോലും, വാത്സല്യം കൊടുക്കേണ്ട പിതാവ് പോലും മുടന്തുള്ളത് കൊണ്ട് മുടന്തില്ലാത്ത മക്കളുടെ ഒപ്പം ദശാംശം കൊടുക്കാതെ മാറ്റി നിർത്തുമ്പോൾ, കൂട്ടു സഹോദരങ്ങളുടെ ഒപ്പം ഓടിയെത്താൻ കഴിവില്ലാത്തത് കൊണ്ട് പലതിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ, ഒരുപക്ഷെ മുടന്തുള്ള ആട്ടിൻകുട്ടിയുടെ, മുടന്തുള്ള ദൈവജനത്തിൻ്റെ ഒരു പ്രത്യാശ, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എനിക്കൊരു ഇടമുണ്ട് എന്ന ഒരു ഹുങ്കാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? ഈ മുടന്തുള്ള ആട്ടിൻകുട്ടിയെക്കുറിച്ചുള്ള വായന തന്നെ അത് നഷ്ടപ്പെട്ടു എന്നാണ്. നട്ടുച്ചയ്ക്ക് കിടന്ന് ക്രിസ്തു വിലപിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. മാനവകുലത്തിൻ്റെ പാപമെല്ലാം ശിരസിൽ വഹിച്ചുകൊണ്ട് ദേഹമെന്ന തിരശ്ശീല കീറി കാൽവറിയിൽ കിടക്കുമ്പോൾ, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവൻ, മുഖത്ത് തുപ്പലേറ്റവൻ, പൂർണ്ണ നഗ്നനായി കിടക്കുന്നവൻ സ്വർഗത്തിലേക്ക് മിഴികൾ ഉയർത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു, അപ്പാ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ എൻ്റെ ദൈവം കരുതിക്കൊള്ളുമെന്ന ആ അനുഭവം ക്രിസ്തുവിന് പോലും നഷ്ടപ്പെട്ടു എന്ന ഒരു തോന്നൽ വന്നെങ്കിൽ നമുക്കൊക്കെ എത്ര അധികമായിട്ടുണ്ടാകാം. എന്നാൽ ആ പകൽ ക്രിസ്തു ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം, ധ്യാനിച്ചിട്ടുണ്ടാകാം. ഈ പകൽക്കാലം ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക്, ചങ്കുലയ്ക്കുന്ന വേദനയ്ക്ക് എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ അധരത്തിൽ നിന്നും വ്യക്തമായ ഒരു മറുപടി എൻ്റെ ആശ്വാസത്തിനായി ലഭിക്കുന്നില്ലെങ്കിലും ഞാൻ എന്തുകൊണ്ട് സഹിക്കേണ്ടി വരുന്നു എന്ന വേദനയ്ക്ക്, സങ്കടത്തിന് എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഹൃദയത്തിൽ ഒരു ഉത്തരമുണ്ട്. അതിനാൽ ഞാൻ ആശ്വസിക്കുകയാണ്, സമർപ്പിക്കുകയാണ്, ശാന്തമായി മിഴിപൂട്ടി. ഹല്ലേലൂയ. ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ആ സന്തോഷവും ആനന്ദവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. തിരസ്കരണത്തിൻ്റെ നാളുകളിൽ കൂടി കടന്നുപോയ ക്രിസ്തു, ഈ മുടന്തുള്ള ആട്ടിൻകുട്ടിയും ദൈവാലയത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവനായി, ആരാലും വേണ്ടാത്ത എന്നെ ദൈവത്തിനും വേണ്ട എന്ന മനോഭാവത്തിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ ഒരു പടവുകളും ചവിട്ടി കരഞ്ഞ് താഴേക്ക് വരുമ്പോൾ, ആ കുറിപ്പിൻ്റെ അവസാനം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ അവിടെ വഴിമാറി നിൽക്കുകയാണ്. നയനങ്ങളിൽ അസാധാരണ വെട്ടമുള്ള ഒരുത്തൻ അവിടെ മാറി നിൽക്കുകയാണ്. ആരാലും ദർശിക്കപ്പെടുന്ന, ആകർഷിക്കപ്പെടുന്ന കരുണയുടെ നിറകുടമായ വെട്ടവും വെളിച്ചമുള്ള നയനങ്ങൾക്കുടമയായ ഒരു മനുഷ്യൻ മാറി നിൽക്കുന്നതായി ആട്ടിൻകുട്ടി കാണുകയാണ്. ആട്ടിൻകുട്ടിയോടൊരു ചോദ്യം, ആർക്കും വേണ്ടേ നിന്നെ? ആർക്കും വേണ്ടേ നിന്നെ? കണ്ണുനീര് മറുപടി. എന്നാൽ ആരാലും വേണ്ടാതെ യെരൂശലേം ദൈവാലയത്തിൻ്റെ പടിവാതിലുകൾ ഓരോന്നായി ചവിട്ടി താഴേക്ക് ഇറങ്ങുന്ന ആട്ടിൻകുട്ടിയെ മാർവിലേക്ക് ചേർത്ത് പിടിച്ച് എല്ലാവരാലും തള്ളപ്പെട്ട നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് മൂർധാവിൽ ചുംബിച്ച് ഒരുത്തൻ തലോടുന്നു. അത് ക്രിസ്തുവായിരുന്നു. അത് നല്ല തച്ചനായ ക്രിസ്തുവായിരുന്നു. ആ ഒരു അനുഭവം ദൈവമക്കൾ ചിന്തിച്ചേ. അതാണ് രക്ഷയുടെ എക്സ്പീരിയൻസ്. അതാണ് വീണ്ടെടുപ്പിൻ്റെ അനുഭവം, വീണ്ടും ജനനത്തിൻ്റെ അനുഭവം. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് എൻ്റെ ദൈവത്താൽ പോലും ഞാൻ തള്ളപ്പെട്ടു എന്ന ചങ്കുലയ്ക്കുന്ന വേദനയുമായി യെരൂശലേം ദൈവാലയത്തിൻ്റെ ഓരോ പടി വാതിലുകളും ചവിട്ടി മെല്ലെ ഇറങ്ങുമ്പോൾ മാറി നിൽക്കുന്ന ഒരുത്തൻ കടന്നു വന്ന് ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിച്ച്
നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് മാർവോട് ചേർത്ത് പിടിച്ച ക്രിസ്തുവിന് നമ്മുടെ വേദന മനസ്സിലാകും, സങ്കടം മനസ്സിലാകും, ഭാരം മനസ്സിലാകും. അതുകൊണ്ട് ഈ ദൂത് ശ്രവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേദനയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തോട് ഉറപ്പ് നൽകുന്നു, ഈ ക്രിസ്തുവിന് നിന്നെ മനസ്സിലാകും, നിന്റെ വേദന മനസ്സിലാകും. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ സമർപ്പിക്കുവാൻ നല്ല ഒരു ഇടമുണ്ട്. അത് കാൽവറി ക്രൂശിൻ്റെ പാദപീഠമാകിയാൽ അതിനൊരു അവസരവും അനുഗ്രഹവും ദൈവമക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.